റിയാസേ ഡോ റിയാസേ, ഇത് കേൾക്ക്, നിന്റെ കരച്ചിലൊക്കെ നിന്നിട്ട് കേട്ടോ. എടോ, കഴിഞ്ഞ വർഷമല്ലേ ഈ കണ്ണൂരിൽ നിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു ഉഡായ്പ പദ്ധതി, എന്താണ് ഒരു ബീച്ച് പ്രോജക്റ്റ്, മുഴപ്പിലങ്ങാട് അല്ലേ, മുഴപ്പിലങ്ങാട് ധർമ്മടം ഒരു ബീച്ച് ഒരു പ്രോജക്റ്റ്, അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം നടന്നിരുന്നു. കഴിഞ്ഞ വർഷം നടന്നാൽ ഏതാണ്ട് 7-8 മാസം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി, ടൂറിസം വകുപ്പിന്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നിന്റെ അമ്മായിയച്ഛൻ. ശരി, നിന്റെ അമ്മായിയച്ഛനെ കൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എടോ റിയാസേ, ആ ചടങ്ങിൽ കെ രാഗേഷ് പങ്കെടുത്തില്ലടോ? എന്തേ ഇല്ലേ? പറ. കെ രാഗേഷ് ആരാടോ? കെ രാഗേഷ് കണ്ണൂരിലെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് അല്ലേ? CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് കെ രാഗേഷ്. ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ നിങ്ങളുടെ പരിപാടിയിൽ നിങ്ങൾ കെ രാഗേഷിനെ ക്ഷണിച്ചു. എടോ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണോ? അതാത് പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകളെയും ക്ഷണിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കെ രാഗേഷിനെ ക്ഷണിച്ചത്. അതല്ലാതെ ആ ചടങ്ങിലേക്ക് കെ രാഗേഷിനെ ക്ഷണിക്കേണ്ട ഒരു തരത്തിലുള്ള ഒരു പ്രോട്ടോകോൾ, എന്താ പറയാ, അങ്ങനെ ഒരു കാര്യമായി അതിലില്ല. അപ്പൊ കെ രാഗേഷ് നിങ്ങൾ ക്ഷണിച്ചത് അയാൾ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടാണ്. ഇവിടെ അതേപോലെ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചത് അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണോ ഇത് പറയാനുള്ളത്? നിങ്ങൾ വിചാരത്തൊക്കെ മറന്നുപോയി, ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടിയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിനെ പങ്കെടുപ്പിക്കാം. പോട്ടെ, വേറെ ഒന്നുകൂടി പറയാം. നമ്മളെ മോഹൻലാലിനെ ആദരിച്ചല്ല 3 കോടി റുപ്യ നമ്മളെ ഖജനാവ് എടുത്തിട്ട് എന്തോന്ന് അഭിമാനം വാനോളം ലാൽ സലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി തിരുവനന്തപുരത്ത് അല്ലേ, മോഹൻലാലിനെ ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ നിങ്ങൾ ആദരിച്ചു. ഇത് നമ്മുടെ സാംസ്കാരിക വകുപ്പാണ്. ഇത് നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ആദര ചടങ്ങ്. അതിലും മുഖ്യമന്ത്രിയാണ് മുഖ്യ അതിഥി. മോഹൻലാലിനേക്കാളും വലിയ തല മുഖ്യമന്ത്രിയുടെ തല വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതിന്റെ എന്താ പറയാ പരസ്യങ്ങളൊക്കെ. അത് പോട്ടെ. അപ്പൊ ഏതായാലും ഈ ചടങ്ങില് അതായത് സാംസ്കാരിക വകുപ്പ്, കേരള സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ നമ്മുടെ MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തില്ലേ? ഡോ കരച്ചിലൊക്കെ നിർത്തിങ്കിൽ പറയടോ റിയാസേ. മോഹൻലാലിനെ ആദരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വിഭാഗം, സാംസ്കാരിക വകുപ്പ് നടത്തിയ ആ ഔദ്യോഗിക പരിപാടിയിൽ MV ഗോവിന്ദൻ എന്താണോ റോള്? MV ഗോവിന്ദൻ ആരാ? പാർട്ടി സെക്രട്ടറി അല്ലേ? പാർട്ടി സെക്രട്ടറിനെ എന്തിനാണോ പങ്കെടുപ്പിച്ചത്? രാജീവ് ചന്ദ്രശേഖരനെ എന്തിനു പങ്കെടുപ്പിച്ചു എന്ന് ചോദിക്കുന്ന നീ ഉത്തരം പറയണം. നിങ്ങൾക്കെല്ലോ ആകാം അല്ലേ, ബാക്കിയുള്ളവർക്കൊന്നും ആയിക്കൂടാ. അത് ഞാൻ പറയുന്നില്ല. എടാ റിയാസ്, ഒരു കാര്യം മനസ്സിലാക്കണേ. റിയാസിനേക്കാൾ ബോധവും വിവരവുമുള്ള ആളുകളാണ് കേരളത്തിലുള്ളത് എന്ന് തന്നെയെങ്കിലും മിനിമം മനസ്സിലാക്കും മോനെ. നീ ആരാണ്, നിനക്ക് എത്ര ബോധമുണ്ട്, നിനക്ക് എത്ര വിവരമുണ്ട്, നിനക്ക് എന്ത് കഴിവുണ്ട് എന്നുള്ളത് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയേ കേട്ടോ. നിന്റെയൊക്കെ ഈ തല അങ്ങനെ ഉരുട്ടിയുള്ള, കൈ ഇങ്ങനെ തുഴഞ്ഞുള്ള നിന്റെ നടത്തം കേട്ടാ വിചാരിക്കും നീ എന്തോ കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി, കേരളത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ രാഷ്ട്രീയ നേതാവ്. ഒരു മണ്ണാങ്കട്ടി അല്ലടോ, ഈ ഒന്നും അല്ല. മുഖ്യമന്ത്രിയുടെ മോളെ കല്യാണം കഴിച്ചുകൊണ്ട് ഒരു വകുപ്പ് കിട്ടി, അത്രയല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ മോളെ കല്യാണം കഴിച്ചത് കൊണ്ട് ഒരു വകുപ്പ് കിട്ടി. നിന്നെക്കാൾ പ്രാഗൽഭ്യമുള്ളവർ ഇവിടെ ഇല്ലേടോ, പാർട്ടിയിലില്ലേ? ഇല്ലേ? പറ. PA മുഹമ്മദ് റിയാസ് ആണോ ഈ പറയുന്ന 20 നമ്മുടെ ഈ സംസ്ഥാനത്തെ ഇത്രയും മന്ത്രിമാർ, ഈ മന്ത്രിമാർക്കിടക്ക് ഏറ്റവും ധനസമ്പാദനത്തിന് സാധ്യതയുള്ള, എന്താണ് ധനസമ്പാദനത്തിന്, കോഴ, അഴിമതി, എല്ലാത്തിനും സാധ്യതയുള്ള പൊതുമരാമത്ത് വകുപ്പ് നിനക്ക് തരാൻ, ടൂറിസം വകുപ്പ് നിനക്ക് തരാൻ നിനക്ക് എന്താണ് യോഗ്യത? എന്താ യോഗ്യത? നിനക്ക് അത്രമാത്രം പാർട്ടിയിൽ അത്രമാത്രം എന്താ പറയാ പ്രാഗൽഭ്യമുള്ള ആളാണ് നീ? ഇതൊന്നല്ലടോ, ഇതൊക്കെ അറിയാസേ, നമുക്കൊക്കെ അറിയാം. വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, കണ്ണടച്ചിട്ടാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന്, പണ്ടാറെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ നിന്നെയൊക്കെ സഹിക്കുന്നത് കേട്ടോ. നീ കാലാകാലത്തേക്ക് കൽപ്പാന്ത കാലത്തോളം കേരളത്തിലെ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയല്ല. G. സുധാകരൻ അറിയണോ? G. സുധാകരനെ, സുധാകരേട്ടൻ
സുധാകരൻ സഖാവ് പത്രസമ്മേളനം വിളിക്കാൻ പോവുകയാണ്. അവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത്. അപ്പൊ തീരുമാനമാവും. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിനെ ഏറ്റവും സംശുദ്ധമായ രീതിയിൽ, മികവുറ്റ രീതിയിൽ ഭരിച്ച ജി സുധാകരനെ നിങ്ങൾ മാറ്റി നിർത്തിയല്ലേ? എന്നിട്ടല്ലടോ എന്നെ മന്ത്രിയാക്കിയത്. എന്നിട്ട് ഉളുപ്പും മാനില്ലാതെ എന്നെ വിളിക്കൂലടോ, അന്നെ വിളിക്കൂല. എന്നിട്ട് കാട്ടിക്കുട്ടിയ കോപ്രായം ചോന്ന ഷാട്ടൂട്ടിട്ട് ഇങ്ങനെ ഉരുണ്ട് ഉളുപ്പില്ലേടോ, ഉളുപ്പില്ലേ? ഇതുകൊണ്ടൊക്കെ എന്താ വിചാരിച്ചത്? ഈ അന്തംഗമ്മികൾ പറയുന്നത് അറിയോ? ഓ റിയാസ് ജയിച്ചു പോയി, റിയാസാണ് താരം. മണ്ണാങ്കട്ട റിയാസ് താരം. കോമാളിയാടോ നീ 1-ാം നമ്പർ കോമാളിയാണെന്ന് നീ തെളിയിച്ചടോ. അല്പൻ ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്നാണ് നമ്മളൊക്കെ പണ്ട് പഠിച്ച ഒരു ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉള്ള എന്താ പറയാ, എനിക്ക് എഴുതിയ ആളുടെ പേര് മറന്നുപോയി. MP പോളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു മഹാനായ എഴുത്തുകാരൻ എഴുതിയതാണ്. അല്പന്മാർ അല്ലെ, അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന അല്പന്മാർ. അതാണോ നീ? അല്പന്മാർക്ക് ഒരു എന്താ പറയാ, ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ അല്പൻ നീയാണോ? അതാണോ ഇത്? അവിടെ പ്രധാനമന്ത്രി 1,00,000 കോടി രൂപ ചെലവിട്ടുകൊണ്ട് കേരളത്തിന്റെ ഈ ഗതാഗത സംവിധാനം ഏറ്റവും സുഗമമാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, അത് പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ റോട്ടിലൂടെ എളുപ്പമാനില്ലാതെ തുറന്ന ജീപ്പിൽ ചോദ ഷർട്ടൂട്ടിട്ട് ഉരുണ്ട് പോകുക. 150 ഉളകള് അതിന് പിന്നാലെ ബൈക്കിൽ എന്താ പറയാ അനുയാത്ര ചെയ്യുക. എന്നിട്ട് പറയാ, ഓ ഞങ്ങൾ പ്രതിഷേധ എന്താ പറയാ ഷോ. ആ നേഴ്സ് പെൺകുട്ടികൾ കഴിഞ്ഞ ഷോക്ക് കൂകിയതാണ്. അങ്ങനെ കൂകാൻ ആളില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെ. പക്ഷെ എല്ലാ മനുഷ്യരും മനസ്സിൽ കൂകുന്നുണ്ട് റിയാസെ, മനസ്സിൽ കൂകുന്നുണ്ട് നിന്റെ അല്പത്തരം, നിന്റെ കോമാളിത്തരം, നിന്റെ വിടുവായത്തരം അല്ലേ? ഹോ, ഓരോ ദിവസവും നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് മടുത്തു മോനെ. ഇനിയെങ്കിലും ഈ കോപ്രാട്ടിത്തരൊക്കെ നിർത്തിയിട്ട് എന്തായാലും ബേപ്പൂര് മത്സരിക്കാൻ പോകുകയാണല്ലോ. അൻവറാണല്ലോ എതിരാളി. ഇപ്പം തന്നെ വരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ നീ ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത്? എന്താ ചെയ്യേണ്ടത്? ആ ഒരു രൂപമില്ല. കാരണം തോൽക്കാൻ പോകുകയാണല്ലോ. തോറ്റു കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്ത് വിലയാണോ ഉള്ളത്? അതാദ്യം മനസ്സിലാക്ക്. നിങ്ങൾക്കൊക്കെ വില എന്ന് പറയുന്നത്, നിങ്ങൾ ഈ മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ പൈസ എടുത്തിട്ട് പുട്ടടിച്ച് നടക്കല്ലേ? ഈ മന്ത്രിസ്ഥാനം പോയാൽ തീർന്നടോ. നിനക്കൊക്കെ അവിടെ കടലാസിന്റെ വില പോലും ഉണ്ടാവില്ല. കാർക്കിച്ച് തുപ്പും നിന്റെയൊക്കെ മുഖത്ത്. എന്താ ചെയ്യ നീ? ഒരു ചുക്കും ചെയ്യില്ല. അത്രയേ ഉള്ളൂ. മന്ത്രി കേരളത്തെ അപമാനിച്ചു. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, കേരളത്തെ അപമാനിച്ചു. ആരപമാനിച്ചു? PM മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരളത്തെ ആകെ അപമാനിച്ചിരിക്കുന്നു. റിയാസിന്റെ ആരോപണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നടന്ന ഈ ദേശീയപാതയുടെ പണി പൂർത്തിയായ ചില റീച്ചുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചില്ല എന്നാണ് മുഹമ്മദ് റിയാസിന്റെ പരാതി. എടോ റിയാസെ, ഈ പരിപാടിയിലേക്ക് നിന്നെ എന്തിനാണോ ക്ഷണിക്കേണ്ടത്? ഈ ദേശീയപാത അതോറിറ്റി നടത്തുന്ന, കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ദേശീയപാത പദ്ധതി അല്ലെങ്കിൽ ഇതിലെ പണി പൂർത്തിയായ ഈ റീച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിനക്ക് എന്താണോ അതിലൊരു പ്രസക്തി? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കൊക്കെ കിളി പോയിരിക്കുകയാണോ? നീ സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അല്ലേ? സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള റോഡുകളുടെ പണിയൊക്കെയാണ് നീ നടത്തേണ്ടത്. അതാകെ കുണ്ടും കുഴിയുമായി നിരവധി പേരുടെ മരണത്തിനിടയാക്കി. നിരവധി ചെറുപ്പക്കാരികളുടെ കയ്യും കാലും തലയും ഒക്കെ ഒടിഞ്ഞു തൂങ്ങി. ആ അവസ്ഥയിൽ ഇന്നോളം കേരളം ഭരിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരിൽ ഏറ്റവും മോശം മന്ത്രി അത് നീയാണല്ലോ. അതാദ്യം മനസ്സിലാക്കി. അതവിടെ നിൽക്കട്ടെ. ഈ കേന്ദ്രത്തിന്റെ ഈ പദ്ധതിയിൽ, ഈ ദേശീയപാത 66 നിനക്കെന്താണ് റോൾ ഉള്ളത്? നീ പിണറായി വിജയന്റെ മരുമകനാണ്, അത് ശരി തന്നെ. പിണറായി വിജയന്റെ മരുമകനാണ് എന്നുള്ളത് കൊണ്ട് നിന്നെ വിളിക്കേണ്ടോ?
അതായത് ഈ പദ്ധതി ഈ മണ്ടന്മാരായ CPM-കാർ മുഴുവൻ അതുകൊണ്ടാണല്ലോ ഇയാളുടെ കുറെ മണ്ട ശിരോമണികള് ബൈക്കിൽ ഇയാളെങ്ങനെ പിന്തുടരുന്നുണ്ട്. റിയാസിന് ഇതുകൊണ്ട് ചില നേട്ടങ്ങളൊക്കെ റിയാസ് പ്രതീക്ഷിക്കുന്നുണ്ടാവും. റിയാസ് അടുത്ത് ബേപ്പൂരിൽ മത്സരിക്കാൻ പോകുമ്പോൾ റിയാസ് പറയാൻ പോകുന്നത് ഈ ദേശീയപാത നിർമ്മാണം മുഴുവൻ ഞാനാണ്. റിയാസ് നിങ്ങളുടെ പൊന്നോമന മന്ത്രിയാണ് ഈ ദേശീയപാത ഒക്കെ ഉണ്ടാക്കിയത് എന്നാണ് ഇയാൾ പറയാൻ പോകുന്നത്. ഇതിന്റെ ഒരു പരിപാടിയാണ് ഇയാൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ. എന്നിട്ട് ഒരു ബോധവും വിവരമില്ലാതെ ഇയാൾ അനുഗമിക്കുന്ന ഈ ബൈക്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ ഇയാളെ അനുഗമിക്കുന്ന ഒരു 100-150 ചെറുപ്പക്കാർ വേറെ പണിമില്ലാത്തോണ്ട് വന്നതാണ്. ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഈ ദേശീയപാത നിർമ്മാണം യഥാർത്ഥത്തിൽ ഇത് നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ഈ കന്യാകുമാരി മുതൽ ഇങ്ങോട്ടേക്ക് നീണ്ടു കിടക്കുന്ന കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഈ ദേശീയപാതയുടെ നിർമ്മാണ ചെലവ് മുഴുവൻ വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണോ? റിയാസേ, നീ കേൾക്ക്, നീ കേന്ദ്രമന്ത്രി അല്ല. അതാദ്യം മനസ്സിലാക്ക്. നീ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മന്ത്രിയല്ല, നീ ഈ കേരളത്തിന്റെ മന്ത്രിയാണ്. അപ്പൊ കേരളത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. കേന്ദ്രത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. ഇനി നിങ്ങൾ പറയുന്നത് ഭൂമി ഞങ്ങൾ വാങ്ങിക്കൊടുത്തു എന്നാണ്. ആ കഥ എന്താണ്? 5600 കോടി രൂപ നിങ്ങൾ ചെലവാക്കിക്കുന്നത് ശരി തന്നെ. 5600 കോടി രൂപ എന്തിന്? സ്ഥലം വാങ്ങാൻ, സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന ചെലവ് മുഴുവനല്ലോ, തെറ്റിദ്ധരിക്കരുത്. 25% എല്ലാ അന്തംഗമ്മികളും ഓർക്കണം. സ്ഥലം ഏറ്റെടുക്കാനുള്ള ചെലവിന്റെ 25%, 1/4 അത് സംസ്ഥാന സർക്കാർ, അത് റിയാസിന്റെ കുടുംബ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, എന്റെയും നിങ്ങളുടെ ഒക്കെ പൈസ. പക്ഷെ നേരിട്ട് പൈസ എടുത്തതല്ല, ഇത് കിഫ്ബിയിൽ നിന്ന് കടമെടുത്തതാണ്. കിഫ്ബിയിൽ നിന്ന് കടമെടുത്തതല്ല, കിഫ്ബിയിൽ നിന്ന് എടുത്തതാണ്. കിഫ്ബി ഏറ്റവും വലിയ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കാരൻ അല്ലെ, കടമെടുത്ത് മുടിയുന്ന ഒരു പദ്ധതിയാണ് കിഫ്ബി. ഞാൻ കിഫ്ബിയെ കുറിച്ചല്ല പറയുന്നത് എന്നുള്ളതുകൊണ്ട് അതിന്റെ അപകടത്തിലേക്കല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഈ 5600 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുന്ന ചെലവിന്റെ 1/4 തുക നൽകിയതാരാണ്? കിഫ്ബിയാണ്. കിഫ്ബി ഫണ്ട് എന്നാണ്. എടോ റിയാസേ, ഈ കിഫ്ബി ഫണ്ടും താനുമായി എന്താണ് ബന്ധം? എന്താ ബന്ധം? ഇത് വല്ല PWD ഡിപ്പാർട്ട്മെന്റിന്റെ വകയാണോ ഈ കിഫ്ബി? ഞാൻ മനസ്സിലാക്കിയത് കിഫ്ബി എന്ന് പറയുന്നത്, കിഫ്ബിയുടെ ഒരു അധിപൻ എന്ന് പറയുന്നത് അല്ലേ, അതിന്റെ ഏറ്റവും വലിയ മേധാവി നമ്മുടെ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനാണ് കിഫ്ബിയുടെ നേതൃസ്ഥാനത്തുള്ളത്, അതല്ലാതെ മരോനല്ല. ഇനി മരോൻ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല കേട്ടോ. പിണറായി വയസ്സായതുകൊണ്ട് മോനെ റിയാസേ കിഫ്ബിന്റെ കാര്യമൊക്കെ ഇജ്ജ് നോക്കിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. എന്തായാലും എന്റെ അറിവിൽ കിഫ്ബിയും മുഹമ്മദ് റിയാസും തമ്മിൽ ഒരു ബന്ധവുമില്ല. സംസ്ഥാനത്തിന്റെ PWD മന്ത്രിയായ റിയാസും ഈ ദേശീയപാതയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളത് വ്യക്തമായ സ്ഥിതിക്ക് കിഫ്ബിയുമായും ബന്ധമില്ല. അപ്പൊ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ കിഫ്ബിയാണ് ഈ പൈസ കൊടുത്തത്. അപ്പൊ ആകെ ബന്ധം പിണറായി വിജയൻ മാത്രമായിട്ടുള്ളൂ. പിണറായി വിജയനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പിണറായി വിജയനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ട് മാത്രമല്ല, ഈ റോഡ് നിർമ്മാണവുമായി ബന്ധമുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇതിന്റെ സ്ഥലമേറ്റെടുക്കലുമായൊക്കെ ബന്ധപ്പെട്ടിട്ട്, അതിന്റെ വൈദ്യുതിയുമായൊക്കെ ബന്ധപ്പെട്ടിട്ട്, ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മന്ത്രിമാരെ ഉൾപ്പെടെ ക്ഷണിച്ചിട്ടുണ്ട്. MP രാജേഷിനെ ക്ഷണിച്ചു, കൃഷ്ണൻകുട്ടിയാട്ടനെ ക്ഷണിച്ചു. ഇവനെ ക്ഷണിച്ചില്ല. ഇവനെ ക്ഷണിക്കേണ്ട കാര്യമില്ല. ഇവൻ അതിന് മാത്രം ആയിട്ടില്ല എന്നല്ല, ഇവനെ വിളിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, അമ്മായിയച്ഛൻ കഴിഞ്ഞ ഒരു 7-8 മാസം മുമ്പാണ് മലപ്പുറത്ത് കൂരിയാട്ടില് ദേശീയപാത എല്ലാം പാടെ തകർന്നു പോയപ്പം അമ്മായിയച്ഛൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആ മുതൽക്ഷ വരെ, ഈ പദ്ധതിയുടെ ആ മുതൽക്ഷ വരെ എന്ന് പറഞ്ഞാൽ A to Z എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ദേശീയപാത അതോറിറ്റിക്കാണ്. സംസ്ഥാനത്തിന്റെ PWDക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞത് റിയാസിന്റെ അമ്മായിയച്ഛനാണ്. റിയാസ് തന്നെ ആ സംഭവത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, അയ്യോ ദേശീയപാത അതോറിറ്റിയുമായി ഉമ്മക്കൊരു ബന്ധുല്ലേ എന്ന് റിയാസും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ പറഞ്ഞത്? ഇത് തകർന്നപ്പം. ഇപ്പൊ എന്നിട്ട് മൂപ്പര് പറയുന്നത് മൂപ്പരെ വിളിച്ചില്ല, വിളിക്കൂലടോ, എന്നെ വിളിക്കൂല. അപ്പൊ ഈ ദേശീയപാത
ഇതിന്റെ നിർമ്മാണ ചെലവ് എത്രയാണെന്ന് അറിയോ? ഇത് ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 70,000 കോടി, മൊത്തം ഏതാണ്ട് 1 ലക്ഷം കോടിയാണ്. അതായത് സ്ഥലമേറ്റെടുക്കലും ഇതിന്റെ ബാക്കി നിർമ്മാണ ചെലവും കൂടി ചേർത്താൽ ഏതാണ്ട് 1 ലക്ഷം കോടിയുടെ പദ്ധതിയാണ് കേട്ടോ ഇത്. ഈ 1 ലക്ഷം കോടിയുടെ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ചെലവാക്കിയ എത്രയാണ്? 5,600 എന്ന് പറഞ്ഞാൽ എത്രയാ ശതമാനം കണക്കൂട്ടി നോക്കി കേട്ടോ. അതായത് 1 ലക്ഷം കോടി പദ്ധതിയുടെ ആകെ അതിന്റെ ചെലവ് അത്രയാണ്. അതിൽ സംസ്ഥാനം ചെലവാക്കിയ എത്രയാണ്? 5,600 കോടി. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നാമമാത്രമായ തുക. ഇത് കേരളം മാത്രമല്ല ചെലവാക്കിയത്, ഇത് മറ്റു പല സംസ്ഥാനങ്ങളും ഇതേപോലെ സ്ഥലം ഏറ്റെടുക്കാനുള്ള അവരുടെ വിഹിതം അവർ തന്നെയാണ് പറയുന്നത്, അവർ തന്നെയാണ് പറഞ്ഞ് അത് കണക്കാക്കുന്നത്. അപ്പൊ ഇത് കേരളത്തിന് മാത്രം പ്രത്യേകതയല്ല. അപ്പം കിഫ്ബി വഴിയുള്ള കിഫ്ബി ഫണ്ടിൽ നിന്ന് 5,600 കോടി രൂപ കൊടുത്തു. കടാണ് കിഫ്ബി നിൽക്കുന്ന പൈസയൊക്കെ കടാണ്, നമ്മളെ പൈസയാണ്, നമ്മൾ കടം വീട്ടേണ്ടതാണ്. അതാണ് സംഭവം. എന്നിട്ട് ഇവനെന്തിനെ കാര്യം നിന്ന് ഇതിലെങ്ങനെ കേരളത്തെ അപമാനിച്ചു? കേരളത്തെ എന്തപ്പോ അപമാനിച്ചത്? അപ്പം പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ വേദിയിലേക്ക് ക്ഷണിച്ചു. വേദിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു. അങ്ങനെ വരിക, രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാ ക്ഷണിക്കുക എന്നാണ് ഇവരുടെ ചോദ്യം. യഥാർത്ഥത്തിൽ ആ വേദിയിൽ ആരൊക്കെ ഇരിക്കണം ഇത് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. PMO ആണ് ഇതിന്റെ മുഴുവൻ ലിസ്റ്റും തയ്യാറാക്കേണ്ടത്, ഇവരുടെ ഇരിപ്പിടം പോലും തയ്യാറാക്കുന്നത്, ഓരോരാളും എവിടെ ഇരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. കാലാകാലങ്ങളിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇത് പ്രകാരം അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് VIPകളെയും VVIPകളെയൊക്കെ ക്ഷണിച്ചിട്ട് അവർക്ക് താല്പര്യമുള്ള വ്യക്തികളെയും ക്ഷണിക്കും. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. BJP സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കാൻ പാടില്ല, രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ വിലക്കുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ക്ഷണിച്ചു, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ക്ഷണിച്ചു. കാരണം രാജ്യം ഭരിക്കുന്നത് BJP ആണ്. ആ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചു. അതിനിപ്പോ റിയാസിന് എന്തിനാ ചൊറി? റിയാസിന് എന്തിനാണ് ചൊറിച്ചിൽ? അതാണ് എന്റെ ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദേശാഭിമാനി അതിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ദേശീയപാത ഉദ്ഘാടനത്തിൽ തരം താണ രാഷ്ട്രീയ കളി, കേരളത്തെ അപമാനിച്ചു എന്നാണ്. ആരാണ് കേരളത്തെ അപമാനിച്ചത്? കേരളത്തെ കേന്ദ്രം അല്ലെങ്കിൽ BJP ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദി അവരൊക്കെ അപമാനിച്ചു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. എന്നിട്ട് ദേശാഭിമാനി യഥാർത്ഥത്തിൽ കേരളത്തെ അപമാനിച്ച ആളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ചുവന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാം. ചുവന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ PA മുഹമ്മദ് റിയാസ് ഒരു തുറന്ന ജീപ്പിൽ ഇങ്ങനെ ശരിക്ക് സൂക്ഷിച്ചു നോക്കിയാൽ റിയാസിന്റെ പിന്നിൽ ആസനത്തിൽ തളിർത്ത ആൽമരം നിങ്ങൾക്ക് കാണാം. ആൽമരത്തിന്റെ തണലിൽ ഇത്ര ഉളുപ്പില്ലാത്ത ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ആ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇന്നലെ കാട്ടിക്കൂട്ടിയ അശ്ലീലം, നെറികേട്, വിവരമില്ലായ്മ, പൊട്ടത്തരം, അല്പത്തരം, അതിനെയാണ് ദേശാഭിമാനി ഇങ്ങനെ വാഴ്ത്തിയത്. അതായത് കേരളത്തെ യഥാർത്ഥത്തിൽ കേരളത്തെ അപമാനിച്ചു. ഹെഡിങ് ശരിയാണ്, കേരളത്തെ അപമാനിച്ചു. കേരളത്തെ അപമാനിച്ചതാരാണ്? PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് കേരളത്തെ അപമാനിച്ചത്. എങ്ങനെ? നമുക്ക് നോക്കാം.